ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിന് മുന്നിൽ നടന്ന കോൺഗ്രസിന്റെ അപ്രതീക്ഷിത പ്രതിഷേധ ധർണയ്ക്കിടെയാണ് ഈ നടപടി. കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് നടത്തിയ ലാത്തിചാർജിലും കണ്ണീർവാതക പ്രയോഗത്തിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരം ആരംഭിച്ചത്. രാഹുൽ ഗാന്ധിയെ കൂടാതെ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, മറ്റ് കോൺഗ്രസ് എംപിമാർ എന്നിവരെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമരവേദിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി അരമണിക്കൂറോളം ചർച്ച നടത്തിയെങ്കിലും ബലം കണ്ടില്ല. അഖിലേഷ് യാദവ്, സുപ്രിയ സുലെ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയിരുന്നു. നീറ്റ് പരീക്ഷ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രതിഷേധം 3 മണിക്കൂറോളം പിന്നിട്ട സാഹചര്യത്തിലാണ് വൻ പോലീസ് വ്യൂഹം സ്ഥലത്തെത്തി നേതാക്കളെ റോഡിലൂടെ വലിച്ചിഴച്ച് കസ്റ്റഡിയിലെടുത്തത്.